ചോദ്യം. കുറച്ചു മുന്നേ രാഹുൽ മാക്കൂട്ടത്തിൽ പറഞ്ഞു CPM കള്ളം പറയുന്ന പാർട്ടിയാണ്. കള്ളം പറയുന്ന പാർട്ടിയാണ് എന്ന് പറയുന്നത് ആരാ? വ്യാജ പ്രസിഡന്റാ പറയുന്നത്. ചോദ്യം ഇതാണ്. വടകരയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. വടകരയിൽ കേന്ദ്രീകരിക്കുന്ന ഈ രാഹുൽ മാക്കൂട്ടത്തിൽ വരുന്ന ദിവസങ്ങളിൽ എത്ര വ്യാജ ID കാർഡ് ഈ വടകര പാർലമെന്റ് ഉണ്ടാക്കും? സാക്ഷാൽ എന്റെ അപ്പുറത്ത് നിൽക്കുന്ന VK സനോജ് ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ട് മാസം കുറയായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി അത്ര വല്ല വാഴയാണോ എന്നെ പിടിച്ചടച്ചാൻ പറയാത്തത്? എനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന സനോജ കേസ് കൊടുത്തത്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചകത്തിട. ഒരു തെളിവത എന്നിട്ട് വ്യാജ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ഇടതുപക്ഷമല്ല. പിണറായി വിജയനല്ലേ ആഭ്യന്തരമന്ത്രി? അയാളോട് തെളിയിക്കാൻ പറയുന്നേ. നടക്കുന്നുണ്ട്. അടുത്തൊരു ചോദ്യം. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്ത് ദേശീയ തലത്തിൽ UDF-ന്റെ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ പറഞ്ഞത് പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതികരിക്കുന്നവർ വിഘടനവാദികളാണ്. ആ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ പറ. എന്റെ പൊന്നു സഹോദര, ഈ ഡിവൈഎഫ്ഐക്കാരനാവുക എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഞങ്ങൾ പങ്കെടുത്ത ആളുകളല്ല ഇരിക്കുന്നത്. അവരുടെ പിന്മുറക്കാരാ. ആ ഉപ്പ് സത്യാഗ്രഹത്തെ വിറ്റിട്ട് കാശ് വാങ്ങിയ പാർട്ടിയാണ് നിൽക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തെ ഗാന്ധിയെ വിറ്റിട്ട് കാശ് വാങ്ങിയ പാർട്ടിയാ. അതവിടെ നിൽക്കട്ടെ. ബാക്കി പറയാം. ചോദ്യല്ലേ വിജയം ഉണ്ടായിടാ. പറയട്ടെ. കരുണാകരന്റെ മകള് BJP-ലേക്ക് പോയപ്പോ കരുണാകരന്റെ ഭാര്യയെ പറ്റി അസഭ്യം പറഞ്ഞ ആളുകള്. ശ്രീ അഭിലാഷേ, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ BJP-ലേക്ക് പോയാൽ ഞങ്ങൾ രൂക്ഷമായി എതിർക്കും. അവരുടെ പാർട്ടി പിണറായി വിജയനും അവരോട് ധാരണയുള്ളതുകൊണ്ട് എതിർക്കത്തില്ല. അത് ഒരുപാട് പേരുണ്ടല്ലോ. അതുകൊണ്ടാ. ശരി.